ഇനി നമുക്ക് നമ്മുടെ പെർഫോമറെ വിളിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്നത്തെ പെർഫോമൻസ് ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഈ റെഡ് കാർപ്പറ്റിന്റെ വേദി കുറച്ചും കൂടി സംഗീതാത്മകമായി മനോഹരമാക്കാനായിട്ട് ആ ഒരു കലാകാരി ഇവിടെ റെഡിയാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദിൽന. അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ ദിൽന ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ടീമിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെല്ലാവരും സന്തോഷിക്കുന്നേക്കാളും ഒരുപടി മുകളിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ സന്തോഷം. ഏറ്റവും കൂടുതൽ ദിൽനയെ ഈ വേദിയിൽ കാണണം എന്ന് ആഗ്രഹിച്ചത് ദിൽനയുടെ അച്ഛനാണ്. 11 ദിവസമായിട്ടുള്ളൂ ദിൽനയുടെ അച്ഛൻ നമ്മളൊക്കെ വിട്ടുപോയിട്ട്. അപ്പോൾ ഓഡീഷന് അച്ഛനാണ് കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അല്ലേ? എന്താണ് അച്ഛൻ ഓഡീഷന് കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞത്? ഇനി ഇമ്പക്ക് ഇങ്ങനെ ഇത്രയും നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ല. അപ്പൊ ആദ്യം ഈ ഓഡിഷനുള്ള അറിയില്ലായിരുന്നു. പിന്നെ അങ്ങനെ എൻ്റെ സംഗീതത്തിൻ്റെ സാറാ പറഞ്ഞത്. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു ഓഡീഷനൊക്കെ പോവാ, കിട്ടിയാലോ ഇല്ലെങ്കിലും നമുക്ക് പോവാലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛനായിരുന്നു കൊണ്ടുവന്നത്. അങ്ങനെ കിട്ടിയ സമയത്ത് അച്ഛൻ കൂടെ ഇല്ലാണ്ടായിപ്പോയി. ശരിക്കും ഇത് എന്താണ് സംഭവിച്ചത്? അസുഖം അങ്ങനെ എന്തെങ്കിലും? അല്ല, അച്ഛൻ ജോലിക്ക് പോയ സ്ഥലത്തുനിന്ന് വീണതാ. ഓ, കോൺക്രീറ്റിന്റെ ഒക്കെ പണിയായിരുന്നു. അപ്പോ സിമെന്റിന്റെ ചാക്കും ഇങ്ങനെ തലയിൽ വെച്ച് വരിക. ആ സമയത്ത് മഴയൊക്കെ ആയതുകൊണ്ട് വഴുക്കലുണ്ടാവുമല്ലോ, അങ്ങനെ അപ്പൊ ഊരിപ്പോയി. അപ്പോൾ ആ വീണ സമയത്ത് ഈ സിമെന്റിന്റെ ചാക്ക് കഴുത്തിലാ വീഴുന്നത്. വീണത്. അതുകൊണ്ട് ഒരു ഡയഫ്രം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ ആ സമയത്ത് ശ്വാസം മുട്ടൽ വന്നതാ. അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് അച്ഛൻ എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു കലാകാരിയായിട്ട് കാണാൻ വളരെ ചെറുപ്പത്തിലെ മുതൽ അങ്ങനെ ഒരു ആഗ്രഹം അച്ഛൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? പാട്ടുകാരിയായിട്ട് തന്നെ കാണാനായിരുന്നോ? അച്ഛന് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു, പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം. അച്ഛനും പാട്ടൊക്കെ പാടും. സുരഭി ചേച്ചിക്ക് എന്താണ്, അതായത് ഈ ഒരു നമുക്ക് അച്ഛനെ ഇന്ന് കാണാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു സന്തോഷം നമുക്ക് നേരിട്ട് കാണാമായിരുന്നു. അതെ, ഞാനൊരു നടിയായപ്പോഴോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ പപ്പയ്ക്ക്, എൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം, അല്ലെങ്കിൽ ഞാൻ ഡാൻസ് എവിടെ കളിക്കുകയാണെന്നുണ്ടെങ്കിലും സബ് ജില്ല എവിടെയാണെന്നുണ്ടെങ്കിലും വന്ന് കാണുന്നത് അച്ഛനായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ ഞങ്ങൾ +2 കലോത്സവത്തിൽ VHSC കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് അച്ഛനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും നമുക്ക് വരാനുള്ള പൈസ, ഇതിപ്പോൾ എന്തിനാ, ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കാനാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളോട് 1 ലക്ഷം 2 ലക്ഷം രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് വാങ്ങി തരുന്നത്. അതൊന്നും ഇല്ലാത്ത സമയത്ത് അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, നമ്മൾ ആരോടും പറയണ്ട, ആൾക്കാരോട് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറയുമ്പോൾ മരിച്ച് കുറച്ച് ദിവസം കഴിയുക ഒരു കലോത്സവത്തിൽ പങ്കെടുക്കുകയാണ്, അതിന് അങ്ങനെ നാട്ടുകാർക്ക് പലതും പറയാം. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു നമുക്ക് ഒറ്റയ്ക്ക് പോവാം. അപ്പോൾ എൻ്റെ ഓട്ടംതുള്ളലിൻ്റെ സാറ് പറഞ്ഞു, മൃദംഗത്തിൻ്റെ അവർക്കൊക്കെ ഒരുപാട് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, പൈസ കൂടുതലാണ്, സ്റ്റേറ്റും അതേ സമയത്ത് സ്റ്റേറ്റ് യുവജനോത്സവം നടക്കുകയാണ്, അത് ഒരേ പൈസ കൂടുതലാണ്, അപ്പോൾ ഞാൻ വന്ന് പാടിത്തരാം, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നാൽ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഐറ്റം പെർഫോം ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ ആദ്യത്തെ ദിവസം ഓട്ടംതുള്ളൽ പെർഫോം ചെയ്തു. അപ്പോൾ അതിൽ പക്കമേളം ഉപയോഗിക്കാത്തതിനാൽ 1ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് അന്ന് അത് ഭയങ്കര നിർബന്ധമായിരുന്നു, തള്ളപ്പെട്ടു. അപ്പോൾ എൻ്റെ പത്രത്തിൽ മരിച്ചിട്ടല്ലാതെ എൻ്റെ ഫോട്ടോ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മീഡിയയുടെ അടുത്ത് പോയി പറഞ്ഞു ഈ ഒരു അവസ്ഥ അങ്ങനെ. അപ്പോൾ എന്താ ചോദിച്ചാൽ പറഞ്ഞാൽ അച്ഛൻ മരിച്ചതുകൊണ്ട് ഞങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ പിറ്റേന്ന് അവരെഴുതിയ ന്യൂസും വളരെ ഇതായിട്ടുള്ള ന്യൂസാണ്, കോമഡി ആയിരുന്നു.
ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴിയിൽ നിന്നും ഇതാ ഒരു കലാകാരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ന്യൂസ് ചെയ്ത്. പക്ഷേ ഉർവശി ശാപം ഉപകാരം പോലെ അത് ജയരാജ് സാറിൻ്റെ അടുത്തേക്ക് എത്തുകയും ജയരാജ് സാർ ആ പത്രവാർത്ത കാണുകയും അദ്ദേഹത്തിൻ്റെ വൈഫിനെ പറഞ്ഞയച്ചിട്ട് എൻ്റെ നാടകവും മൊണക്റ്റും ഒക്കെ കണ്ട് ഞാൻ സിനിമയിലേക്ക് അങ്ങനെയാണ് ആദ്യമായിട്ട് എത്തുന്നത്. അന്ന് ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പ്രിയപ്പെട്ട ആളുകളുടെ ആഗ്രഹങ്ങളായിരിക്കും ബാക്കിയുള്ള ആളുകളെ നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതോ നോക്കിയിട്ട് നമ്മളത് ചെയ്യാതിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം അച്ഛനാണെന്ന് ഏറ്റവും കൂടുതൽ അത് കാണാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള അത് വേറൊരു ലോകത്ത് അവർക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പെർഫോമൻസ് ആയിരിക്കട്ടെ. അപ്പം എന്നും നന്മയുള്ള മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കലാകാരിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അച്ഛന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയാലോ, ഒരു 4 വരി. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴ ആരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴ ആരും തുടച്ചില്ല. ചന്ദന പൊൻചിതയിൽ എൻ്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്ന അമ്പലപ്രാവുകളോ അമ്പലപ്രാവുകളോ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. ആ പാട്ട് പാടിയപ്പോ ഒരു മിനിറ്റ് നമ്മളും പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് അദ്ദേഹം ഓഡീഷന് കൊണ്ടുവന്നപ്പോൾ ഉള്ളൊരു എന്തൊക്കെയായിരിക്കും എന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തു. കാരണം ആ സന്തോഷം ചക്കരയെന്നാണ് വിളിക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ ചക്കരയെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നതും എല്ലാ വിഷമങ്ങളും നമ്മൾ മനുഷ്യന്മാർ മറന്ന് മുന്നോട്ട് പോകുന്നതാണല്ലോ. അപ്പൊ അതിന് കല സഹായിക്കട്ടെ. വീട്ടിലെ അമ്മ, അനിയൻ കൂടെ വന്നിരിക്കുന്നുണ്ട്. നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേട്ടന്റെ പേര്? എൻ്റെ പേര് സിബി അലക്സ്. അത് ദിൽനയുടെ അധ്യാപകനാണ്. ഇനി ഇതാണ് അനിയൻ കുട്ടൻ അല്ലേ, ദിൽനയുടെ ബ്രദറാണ്. ഹലോ, പേരെന്താ? ദേവനന്ദൻ. ഓക്കെ, ഏത് ക്ലാസ്സിലാ? 8ല്. ഇനി അമ്മ അല്ലേ? അമ്മ, അത് അച്ഛന്റെ അമ്മ വന്നിട്ടില്ല. ഇല്ല, അമ്മ വന്നില്ല. നമസ്കാരം. നമസ്കാരം. പേര്? ശോഭന വൈശാഖ്. ഈ മോളുടെ ഈ ഒരു പെർഫോമൻസിന് കൂട്ടുവരാനായിട്ട്, അതായത് കുഞ്ഞിലെ മുതൽ അറിയുന്ന അങ്ങനെയാണോ? ഓ, അവിടെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെ കൂടെയായിരുന്നു. പണ്ടേ അവരുടെ അച്ഛന് പാട്ടിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം ദിൽന നേരത്തെ അവിടെ പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അച്ഛനും അമ്മയും ഒക്കെ നല്ല ശ്രമം നടത്തുന്നുണ്ട്. പല വേദികളിലും പാടാൻ വേണ്ടി ദിൽനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു കലാകാരിയാണ്. ഈ ഒരു റെഡ് കാർപ്പറ്റിൽ വന്ന് ഇത്രയും വലിയൊരു വേദിയിൽ വന്ന് പാടാൻ വേണ്ടി കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷമാണ്. ദിൽന ഭയങ്കര ഭാഗ്യവതിയാണ്. ഒരു മാഷും അതുപോലെ ഇങ്ങനെ ഒരു സ്നേഹിക്കുന്ന ഒരു ചേച്ചിയും അനിയനും പിന്നെ അമ്മ എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും ഈ കലയെ സപ്പോർട്ട് ചെയ്യാണ്.